പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി മോദി. വിതരണ ശൃംഖലകളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിമാരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, എന്തെല്ലാം കാര്യങ്ങൾ ഈ യോഗത്തിൽ ഇന്ന് പ്രധാനമായും ചർച്ചയായി, എന്തെല്ലാം നിർദ്ദേശങ്ങൾ മുന്നിലേക്ക് വന്നു? വിവരങ്ങൾ. പ്രധാനമായും നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നൽകിയത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരോട് പറഞ്ഞത്. വിതരണ ശൃംഖലകൾ, അതായത് അവശ്യ വസ്തുക്കളുടെ വിതരണ ശൃംഖലകളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും മുഖ്യമന്ത്രിമാരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സാമ്പത്തിക വ്യാപാര സ്ഥിരത, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കൽ, വ്യവസായങ്ങളും വിതരണ ശൃംഖലകളും ശക്തിപ്പെടുത്തുക, പൗരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മോദി പറഞ്ഞു. പ്രത്യേകിച്ചും ഈ അതിർത്തി തീരദേശ സംസ്ഥാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ഉരുത്തിരിയുന്ന സാഹചര്യങ്ങൾ നേരിടാനുള്ള കരുത്തുറ്റ സംവിധാനങ്ങൾ ഒരുക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. അഭ്യൂഹങ്ങളും കുപ്രചരണങ്ങളും തടയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ധനത്തിന്റെ എക്സൈസ് തീരുവ എടുത്തു കളഞ്ഞതും LPG കോട്ട കൂട്ടിയതും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇവ ഇന്ധനവും LPGയും സുസ്ഥിരമായി തന്നെ ലഭ്യമാക്കാനുള്ള നടപടികൾ വേണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യാനാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയത്.